ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ദി ഓൾ റൗണ്ടർ ഗായ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു മിനിയേച്ചറാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉടൻ പ്ലെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ അടിപൊളി സാധനമാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ ഇതേപോലത്തെ ഒരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ ക്ലോക്കിലേക്ക് ഇടുന്ന കൂട്ട് AA ബാറ്ററിയും എടുത്താൽ മതിയാവും. പിന്നെ ഇതേപോലത്തെ ഒരു മെയിലും ഫീമെയിലും കണക്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പീസ് വയറും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണക്ടറിൻ്റെ പകരം സ്വിച്ച് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ചെറിയ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കണക്ടർ യൂസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മരത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ നീളവും 1.4 സെൻറ്റിമീറ്റർ വീതിയും. ഇത് 11 സെൻറ്റിമീറ്റർ നീളവും വീതി 1.4 സെൻറ്റിമീറ്ററും. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയൊരു പീസ് വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പ്രൊപ്പലർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സാധാരണ ഒരു വേസ്റ്റ് കിടന്ന മരത്തിൻ്റെ പീസ് വെച്ച് ആക്കിയെടുത്തതാണ്. ഓക്കെ, ആദ്യം നമുക്ക് 11 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പിലേക്ക് മരത്തിൻ്റെ പീസിലേക്ക് നമുക്കത് ഇതേപോലെ നമ്മുടെ മിനി മോട്ടർ ഒട്ടിച്ച് വെക്കണം. അപ്പം മേളിലും താഴെയും ഓരോ പീസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഗ്ലൂ ഗൺ വെച്ചാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഗമ്മ് വെച്ച് യൂസ് ചെയ്ത് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഉണങ്ങണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ അറ്റത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റിയിട്ടുണ്ട്. കാരണം അതിവിടെ ഒട്ടിക്കുമ്പോൾ മേളിൽ നിന്ന് വിട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് റബ്ബർ ബാൻഡ് വെച്ചത് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് അത് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ 14 സെൻറ്റിമീറ്റർ നീളമുള്ള ആ പീസ് എടുത്തിട്ട് ഇതേ നമ്മുടെ മേളിൽ, അതായത് മോട്ടറിൻ്റെ മേളിൽ ഇതേപോലെ കറക്റ്റ് സെൻറ്റർ നോക്കി ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയും ഇനിയൊരു പീസ് എടുത്തിട്ട് അത് അവിടെയും ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ കാണിച്ച ഒരു എക്സ്ട്രാ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ ബാക്കിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊപ്പലർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊപ്പലറാണ്. പ്രോപ്പറായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ അല്പം അത് ലൂസായിപ്പോയി. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ഗ്ലൂ ഗണ്ണിലൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ബാറ്ററി അത് ഇതേപോലെ നീളത്തിൽ വെക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്ഥലം തികയാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതേപോലെയാണ് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ബാറ്ററിയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ടർ മേളിലേക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്ടർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടർ ഓൺ ആവും. പിന്നെ 2 ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ടയർ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് വേറെ വണ്ടിയുടെ ടയർ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് മൂവ്മെൻ്റ് ഒന്നും ചെയ്യാത്തില്ലാത്തത് കൊണ്ട് ഇതേപോലെ ആക്കി വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ അടിപൊളി സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സംഭവം വർക്കായിട്ടുണ്ട്. അതായത് നമ്മുടെ പരിപാടി ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കണക്ട് ചെയ്യാൻ പോകും. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതേപോലെ ഫാനൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ടാവും. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇന്ന് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.